ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു ഗ്രൂപ്പ് ക്ലാസ് എടുക്കാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഐശ്വര്യമുണ്ട്, സൂരജുണ്ട്, ക്യാമറാമാൻ സൂരജുണ്ട്. അപ്പോൾ നമുക്ക് ആ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതിലൊന്ന്, ഇവിടെ നേരിട്ടുള്ള ക്ലാസ് തുടങ്ങുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ ഓൺലൈൻ ക്ലാസ് കുറയ്ക്കില്ല, അത് സ്വാഭാവികമായിട്ട് വരും. പക്ഷേ ഈ ഓൺലൈൻ ക്ലാസ് കാണുന്ന ചില കുട്ടികൾ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. ഇതൊന്നും കണ്ടിട്ട് കാര്യമില്ല, ഇപ്പോഴെങ്ങും ഇനി ജോലി കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തും. ആ നിരുത്സാഹപ്പെടുത്തുന്നതിൽ നിങ്ങൾ വീഴരുത്. അവസാനം വരെ പൊരുതിയിട്ടേ നിർത്താവും. സർക്കാർ ഓഫീസിൽ ഒപ്പിടുന്നത് വരെ പഠിക്കുക, ജോലി കിട്ടുക തന്നെ ചെയ്യും. ആരും നിരാശപ്പെടുത്തിയാലും നിങ്ങളതിൽ വീഴരുത്. ചിലർ നിങ്ങളെ നിരാശപ്പെടുത്താനായിട്ട് ഒരിക്കലും നിങ്ങളെക്കൊണ്ട് എഴുതാൻ പറ്റാത്ത ചോദ്യങ്ങൾ ചോദിക്കുകയും മറ്റോ ചെയ്യുന്നു. അവർക്ക് സാഡിസ്റ്റുകളാണ്. അതിലൊന്നും നിങ്ങൾ ശ്രദ്ധിക്കരുത്. നിങ്ങൾ നേരെ ചൊവ്വേ പഠിക്കുകയും മറ്റും ചെയ്യണം. അപ്പോൾ ഇനി കൂടുതൽ സംസാരിച്ച് സമയം പാഴിക്കളയുന്നില്ല. ഞങ്ങളിവിടെ സാർക്ക് രാജ്യങ്ങൾ, G20 രാജ്യങ്ങൾ, അതേപോലെ തന്നെ G7 രാജ്യങ്ങൾ, പിന്നെ ബ്രിക്സ് രാജ്യങ്ങൾ, ഇത്രയും രാജ്യങ്ങളുടെ കൂട്ടായ്മകളെ കുറിച്ച് ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് G20 പെടാത്ത രാജ്യമേത് എന്ന് ചോദിച്ച ഓർമ്മയുണ്ടല്ലോ. കൃത്യമായിട്ട് അറിയാമെങ്കിൽ ഇതൊക്കെ എഴുതാൻ പറ്റുള്ളൂ. പരീക്ഷ കഴിഞ്ഞിട്ട് ആരെങ്കിലും ചീത്ത വിളിച്ചിട്ട് നടന്നിട്ട് കാര്യമില്ല. കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറില്ല എന്നാൽ എല്ലാം നമുക്ക് നേടുകയും വേണം. അത് പറ്റില്ല. കഠിനാധ്വാനം ചെയ്യാൻ പറ്റുമെന്നുള്ളവർ മാത്രം ഇത് കാണുക. പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും ആഡംബരമാണ് ആവശ്യം. എല്ലാവർക്കും വളരെ പൊങ്ങച്ചമാണ് താല്പര്യം. ഞാൻ ഇന്നിടത്തുണ്ട്, ഞാൻ ഇന്നത് കാണുന്നുണ്ട്, ഞാൻ ഇന്നിടത്താണ് പഠിക്കുന്നത്. ഇത് ഒരു സാധാരണ ആളുകൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കുക. ഈ ക്ലാസ്സുകളെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക, ഞങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ തരിക. അതൊക്കെ നിങ്ങളുടെ ചുമതലയാണ് എന്ന് ഞാൻ തുടക്കത്തിൽ പറയുകയാണ്. ഇനി സാർക്ക് രാജ്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയാണ് സാർക്കിൽ പെടുന്നത് ഏത്, സാർക്ക് രാജ്യങ്ങളിൽ പെടാത്തത് ഏത്, സാർക്ക് എന്നാൽ എന്താണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാം. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കടക്കാം. ഒരു ചർച്ചാ ക്ലാസ് തന്നെയാണ്. ചർച്ച തുടങ്ങി വയ്ക്കാനായിട്ട് ഞാൻ ഐശ്വര്യയെ ക്ഷണിക്കുകയാണ്. ഇത് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ രണ്ടുപേരും ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ സാർക്ക് രാജ്യങ്ങളെക്കുറിച്ചൊന്ന് വിവരിക്കണം, സാർക്കിൻ്റെ പടം വരച്ച് കാണിക്കണം, 2 സാർക്ക് അതിൻ്റെ കോഡ് പറഞ്ഞു കൊടുക്കണം. ഇന്ന് ലൈവായിട്ട് അവരുടെ മനസ്സിൽ ഇരിക്കണം, മനസ്സിൽ പതിയണം. ഈ സാർക്ക് രാജ്യങ്ങൾ എന്താണ്, എവിടെ കിടക്കുന്നു എന്ന് പതിയണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് സാർക്കിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഐശ്വര്യ തുടക്കമിടും. ശരി. സാർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ത്യയും ഇന്ത്യയുടെ അയൽരാജ്യങ്ങളും ചേർന്ന ഒരു സംഘടനയാണ് സാർക്ക് എന്ന് പറയുന്നത്. SAARC എന്നതാണ് സാർക്ക്. ഇനി അതിന്റെ ഫുൾ ഫോം പറയുകയാണെങ്കിൽ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ എന്നാണ് സാർക്കിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇനി സാർക്കിന്റെ കൂട്ടായ്മയുടെ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് കാഠ്മണ്ഡു ആണ്, നേപ്പാളിലാണ്. ഈ സാർക്ക് രൂപീകരിച്ചത് എന്നാണ്? രാജീവ് ഗാന്ധിയാണ് അതിന് നേതൃത്വം കൊടുത്തതെന്നുകൂടെ മനസ്സിലാക്കണം. സാർക്ക് രൂപീകരിച്ചത് 1985 അത് ഢാക്കയിൽ വെച്ചിട്ടാണ്, ബംഗ്ലാദേശിൽ വെച്ച്. അപ്പൊ അതിന്റെ ചാർട്ടർ നിയമാവലി ഒപ്പിട്ടത് 1985 ഡിസംബർ 8 തീയതിയാണ്. അതിന്റെ സെക്രട്ടേറിയറ്റ് പ്രവർത്തിക്കുന്നതാണ് ഇവിടെ കാഠ്മണ്ഡുവിലാണ് സെക്രട്ടേറിയറ്റ് പ്രവർത്തിക്കുന്നത്. ഇനി സാർക്കിൽ എത്ര രാജ്യങ്ങളാണുള്ളത്? സാർക്കിൽ ആകെ അംഗരാജ്യങ്ങൾ 8 അംഗരാജ്യങ്ങളാണ് സാർക്കിലുള്ളത്, അല്ലേ? ശരി. ഇനി അടുത്ത് പറയുന്നത്, നിലവിലെ സാർക്കിന്റെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് ഗോലാം സാർവാർ ആണ്. ഗോലാം സാർവാർ, GOLAM, ഗോലാം സാർവാർ, SARVAR, ഗോലാം സാർവാർ അതിന്റെ സെക്രട്ടറി ജനറൽ. ശരിയല്ലേ സാർക്കിന്റെ? അങ്ങനെയാണെങ്കിൽ സാർക്ക് യൂണിവേഴ്സിറ്റി എവിടെയാണ്? സാർക്ക് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി എന്നാണ് അതിന്റെ പേര്. സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി അത് ന്യൂഡൽഹിയിലാണ്. സാർക്ക് ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ഭൂട്ടാനിലാണ്. സാർക്ക് ബാങ്ക്, ഡെവലപ്മെന്റ് ബാങ്ക്. അത് 2 കൂടി നമ്മൾ അഡീഷണൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്.
ഇനി സാർക്കിനെ കുറിച്ചുള്ള മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് ഈ സാർക്ക് രാജ്യങ്ങൾ എവിടെയാണ് കിടക്കുന്നതെന്ന് മനസ്സിലാകണ്ടേ? അത് ഒന്ന് മനസ്സിലാക്കി അതിൻ്റെ കോഡും പറഞ്ഞതിന് ശേഷം ഈ രാജ്യങ്ങളിലേക്ക് കിടക്കാം. അതിന് ആ പടം വരയ്ക്കാനായിട്ട് ഐശ്വര്യ തന്നെ ക്ഷണിക്കുകയാണ്. ഐശ്വര്യ ബോർഡിൽ സാർക്ക് രാജ്യങ്ങളൊന്ന് വരച്ച് കാണിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറായിട്ട് പാകിസ്ഥാൻ അയാൾ എഴുതുകയാണ്. പാകിസ്ഥാനിൽ ചേർന്ന് അഫ്ഗാനിസ്ഥാൻ എഴുതുകയാണ്. അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞു. അടുത്ത് ഹിമാലയ സാനുക്കൾ വരയ്ക്കുകയാണ്. ഹിമാലയ സാനുക്കൾ, അവിടെ നേപ്പാള്, പിന്നെ അടുത്ത് ഭൂട്ടാൻ, അതിന് തൊട്ട് താഴെ ബംഗ്ലാദേശ്, ശ്രീലങ്ക, അടുത്ത ശ്രീലങ്ക, അത് കഴിഞ്ഞിട്ട് മാലദ്വീപ് എല്ലാം കൂടെ ചേർത്ത് 8 രാജ്യമാകുമെന്ന് നോക്കൂ. ഇന്ത്യ 1, പാകിസ്ഥാൻ 2, 3, നേപ്പാൾ 4, ഭൂട്ടാൻ 5, ബംഗ്ലാദേശ് 6, ശ്രീലങ്ക 7, 8. അപ്പോൾ സാർക്കിൽ എത്ര രാജ്യങ്ങളുണ്ട്? 8 രാജ്യങ്ങളാണ് സാർക്കിലുള്ളത്. ഈ 8 രാജ്യങ്ങൾ പഠിക്കാനായിട്ട് എന്തെങ്കിലും ഒരു എളുപ്പവഴി പറഞ്ഞു കൊടുക്കാൻ നോക്കൂ. ഒരു കോഡ് ആ വലത് ഭാഗത്തോട്ട് എഴുതിയാൽ മതി. PANI പാണി MBBS. എൻ്റെ പേര് താല്പര്യമില്ലെങ്കിൽ പനി MBBS എന്ന് പറഞ്ഞാലും മതി. ചിലർ അങ്ങനെയാണ് പറഞ്ഞത്. നാണക്കേട് എഴുതി കുറച്ച് കോഡ് ഉണ്ടാക്കിയ ഞാനാണ്. ശരി, സാർക്കിലെ രാജ്യങ്ങൾ പഠിക്കാനുള്ള കോഡാണ് പാണി MBBS. അപ്പോൾ ഒരു കാര്യം, ഇത് പറയുന്നതിന് മുമ്പ് ഒരു പൊതു വ്യവസ്ഥ പറയണമായിരുന്നു. എന്താണ്? സാർക്കിൽ ഏത് രാജ്യമില്ല? മ്യാൻമാർ ഇല്ല. അവിടെ നിന്ന് തന്നെ ഈ പഠനം തുടങ്ങണം. സാർക്കിൽ മ്യാൻമാർ ഇല്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റോട് കൂടി തന്നെ ഇത് പഠിച്ചു തുടങ്ങണം. ശരി, പാകിസ്ഥാനാണ്. മൈക്കൂട്ട വെച്ചോ. P പാകിസ്ഥാൻ, A അഫ്ഗാനിസ്ഥാൻ, N നേപ്പാൾ, I ഇന്ത്യ. ഇനി M എന്ന് പറയുമ്പോൾ മ്യാൻമാർ അല്ല, മാലിദ്വീപാണ്. പിന്നെ B ഭൂട്ടാൻ, അടുത്ത B ബംഗ്ലാദേശ്, S ശ്രീലങ്ക. അങ്ങനെ 8 അംഗരാജ്യങ്ങളാണ് സാർക്കിലുള്ളത്. 8 അംഗരാജ്യങ്ങളിൽ ഇല്ലാത്ത രാജ്യം പറയും. ഇല്ലാത്തത് മ്യാൻമാർ ആണ്. ഇന്ത്യൻ അയൽ രാജ്യങ്ങളിൽ മൊത്തം ഇല്ലാത്ത ഏതൊക്കെയാണ്? മ്യാൻമാറും ചൈനയും ഇല്ല. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ മ്യാൻമാറും ചൈനയും സാർക്കിൽ ഉൾപ്പെടുന്നില്ല. അപ്പൊ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ ഏറ്റവും വലുപ്പത്തിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? അത് ഇന്ത്യ തന്നെയാണ്. സാർക്കിൽ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? ഏറ്റവും ചെറിയ രാജ്യം മാലിദ്വീപ്. ഏറ്റവും ചെറുത് മാലിദ്വീപ് അല്ലേ? ശരി, അപ്പൊ ഇതാണ് നമ്മുടെ സാർക്കിന്റെ കിടപ്പ് പറഞ്ഞല്ലേ. ഇനി നമുക്ക് സാർക്കിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കണം വേണ്ടേ? ശരി, അപ്പൊ ഇതുവരെ നമ്മുടെ സാർക്ക് രൂപീകരിച്ചതിനെ കുറിച്ചും സാർക്ക് രാജ്യങ്ങൾ ഇന്ത്യയുടെ ഏതെല്ലാം ഭാഗത്ത് കിടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചും പിന്നെ സാർക്ക് മനസ്സിലാക്കി വയ്ക്കാനുള്ള ഒരു കോഡ് പാണി MBBS എന്നുള്ള കോഡിനെ കുറിച്ചുമാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. അപ്പോൾ നിങ്ങൾ സംസാരിച്ചപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞു. സാർക്കിൽ മ്യാൻമാർ ഇല്ല. എന്നാലേ ഈ കോഡ് ശരിയാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ 2 M കിടന്ന് കുഴയും അല്ലേ യഥാർത്ഥം. ശരി, അപ്പോൾ ഈ സാർക്കിലെ 8 രാജ്യങ്ങളെക്കുറിച്ചും ഒരു ഓട്ടപ്രദക്ഷിണം നടത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശരിയല്ലേ? സാർക്കിൽ ആദ്യം നമുക്ക് ഇന്ത്യ തന്നെ എടുക്കാം. ഇന്ത്യയെക്കുറിച്ച് ഒരു ചെറിയ വിശദീകരണം പറഞ്ഞതിന് ശേഷം, ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം പറയാം, ഇന്ത്യയുടെ എക്സ്ട്രീം പോയിൻറ്റ്സ് പറയാം, കരാതിർത്തി പറയാം, പിന്നെ കടൽ നമുക്ക് അതിർത്തി ഉള്ളതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. അതൊക്കെ കൂടെ ഒന്ന് ഓടിച്ച് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇത് കേട്ട് മടുത്തിരിക്കുകയായിരിക്കും. എന്നാലും ഒന്ന് പറയുന്നത് നല്ലതാണ്. ആരാണ് തുടങ്ങാൻ പോകുന്നത്? ശരി, ആയിക്കോട്ടെ, പറഞ്ഞോ. ഇപ്പോൾ സാർക്കിൽ നമുക്കറിയാം, ഞാൻ പറഞ്ഞു ഇന്ത്യയും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളാണ് സാർക്കിൽ വരുന്നതെന്ന് പറഞ്ഞു. സാർക്കിൽ ഉൾപ്പെടുന്ന ഏറ്റവും വലിയ രാജ്യവും ഏതെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യ തന്നെയാണ്. ഇനി നമുക്ക് ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളൊന്ന് നോക്കാം. അതിൽ ആദ്യം പറയേണ്ടത് ഇന്ത്യയുടെ ഭൂവിസ്തൃതിയാണ്. ഇന്ത്യയുടെ ഭൂവിസ്തൃതി ഇപ്പൊ ഈയിടയ്ക്ക് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ആദ്യം പറഞ്ഞതിന് ശേഷം അതിലേക്ക് വരാം നമുക്ക്. ഭൂവിസ്തൃതി എത്ര സ്ക്വയർ കിലോമീറ്റർ ആണ്? 32,87,263 സ്ക്വയർ കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ഭൂവിസ്തൃതി. അത് സ്ക്വയർ മൈലിൽ പറയുകയാണെങ്കിൽ 12,89,214 സ്ക്വയർ മൈൽ. അത് ഇത്രയും ക്ലിയർ. പക്ഷേ ഇപ്പോൾ PSC പരീക്ഷയ്ക്ക് ചോദിച്ചത് എന്തോന്നാണ്? മില്യൺ സ്ക്വയർ കിലോമീറ്ററിലാണ് ചോദിച്ചത്. ദശലക്ഷം. അപ്പോൾ പറയൂ. 3.28 ദശലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ഭൂവിസ്തൃതി. 3.28
വിട്ടാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്, ശരിയല്ലേ? അത് ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? 2.4% ഇന്ത്യയുടെ ഭൂവിസ്തൃതി, ലോക ഭൂവിസ്തൃതി. അതെ, ലോക ജനസംഖ്യയുടെ ഏകദേശം 18% ഇന്ത്യയിൽ താമസിക്കുകയും ചെയ്യുന്നുണ്ട്, ശരിയല്ലേ? ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യവും ഇന്ത്യയാണ്. അതെ, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യവും ലോകത്തിലെ 7ാമത്തെ വലിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ തെക്ക് വടക്ക് നീളം എത്രയാണ്? ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം? കിഴക്ക് പടിഞ്ഞാറ് നീളം 2933 കിലോമീറ്റർ. ഇന്ത്യയുടെ കരാതിർത്തി? ഇന്ത്യയുടെ കര അതിർത്തി ചോദിക്കുകയാണെങ്കിൽ 15200 കിലോമീറ്റർ. ഇന്ത്യയുടെ കോസ്റ്റ് ലൈൻ എത്രയാണ്? ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം 7516.6 കിലോമീറ്റർ. 6 കിലോമീറ്റർ. ഇന്ത്യയിൽ സ്റ്റേറ്റുകൾ എത്ര? ഇന്ത്യയിൽ ആകെ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്. ഇന്ത്യയുടെ എക്സ്ട്രീം പോയിന്റ് ഏതൊക്കെയാണ്? ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ളത് ഇന്ദിരാകോള്, അത് സ്ഥിതി ചെയ്യുന്നത് പാക് ഒക്കുപൈഡ് കാശ്മീരിൽ. അതെ. അടുത്തത് ഏറ്റവും തെക്കേറ്റം, ഇന്ത്യയുടെ തെക്കേറ്റം ഇന്ദിരാ പോയിന്റ് ആണ്, അത് നിക്കോബാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ കിഴക്കേറ്റം കിബുത്തു ആണ്, അത് അരുണാചൽ പ്രദേശിലാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറേ ഏറ്റം എന്ന് പറയുന്നത് ഗുഹാർ മോട്ടി, അത് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ശരി. ഇനി ഇന്ത്യ എന്നൊരു വാക്ക് വന്നത് ഇൻഡസ് എന്ന് പറയുന്ന അറബ് പദത്തിൽ നിന്നാണ്. അറബികളാണ് ആദ്യമായിട്ട് പദം ഇന്ത്യ എന്ന് ഉപയോഗിച്ചിരുന്നത്. ശരി. അടുത്തത് ഇന്ത്യയെക്കുറിച്ച് പിന്നെ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് പറയാൻ പറ്റുമെന്നുള്ള എന്താ ഉള്ളത്? 28 സ്റ്റേറ്റ് പറഞ്ഞു, 8 കേന്ദ്രഭരണ പ്രദേശം പറഞ്ഞു, ശരിയല്ലേ? ഇന്ത്യയുടെ പ്രധാന വ്യക്തികൾ വേണമെങ്കിലും പറയാം. ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഇന്ത്യയുടെ നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ ആണ്. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആരാണ്? നിലവിൽ സഞ്ജീവ് ഖന്നയാണ്. 81ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്. 16ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗിരിയാണ് 16ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ. ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓം ബിർള. രാജ്യസഭയുടെ ചെയർമാൻ ആരാണ്? രാജ്യസഭയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ജഗദീപ് ധൻകർ, ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് അല്ലേ? രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ ആരാണ്? രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗ്. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. ഇത് നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം എഴുതണം. ഞങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. അത് കേൾക്കാനുള്ള മനസ്സുണ്ടോ എന്നുള്ളിടത്താണ് പ്രശ്നം. അപ്പോൾ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞപ്പോൾ 1-2 കാര്യങ്ങളൂടെ ഞാൻ ചോദിച്ചോട്ടെ? വിഷമമുണ്ടോ? നിങ്ങൾക്ക് തന്നെ വിചാരിക്കണം ചക്രവാണി സാറ് ചോദിച്ചു കൊല്ലുകയാണ്. ഇന്ത്യക്ക് നടുവിലൂടെ കടന്നു പോകുന്ന ഒരു അക്ഷാംശ രേഖയുണ്ട്. ഏതാണ്? ഉത്തരായന രേഖ എത്ര സംസ്ഥാനത്തിൽ കൂടെ കടന്നു പോകുന്നു? 8 സംസ്ഥാനത്തിൽ കൂടെ കടന്നു. 8. ഏതൊക്കെയാണ് 8 സ്റ്റേറ്റുകൾ? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. 8 സ്റ്റേറ്റ് കടന്നു പോകുന്നു. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഗ്രീനിച്ച് സമയം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 5.5 മണിക്കൂർ കൂടുതലാണ്. 5.5 മണിക്കൂർ കൂടുതലാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് പറയുന്നത് ഏതാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം അല്ലെങ്കിൽ കിഴക്ക് രേഖാംശം എന്ന് പറയും. ഇനി ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. ഇന്ത്യയുടെ അതിർത്തി ഇപ്പോൾ വടക്ക് നിങ്ങൾ പറയും ഹിമാലയം, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയും, കിഴക്ക് നിങ്ങൾ ബേ ഓഫ് ബംഗാൾ എന്ന് പറയും അല്ലെങ്കിൽ ചോളാലേക്ക്, പടിഞ്ഞാറ് നിങ്ങൾ അറബിക്കടലെന്ന് പറയും. ഇത് നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇറ്റ് ഈസ് വെരി ക്ലിയർ. എന്നാൽ ഇന്ത്യയുടെ അതിർത്തി അക്ഷാംശീയ രേഖാംശീയ അതിർത്തി എന്ന് പറയാം ഐശ്വര്യ, പറയൂ. 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് അക്ഷാംശം വരെയാണ് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി എന്ന് പറയുന്നത് എവിടെയാണ് തുടങ്ങുന്നത്? 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെയാണ് ഇന്ത്യയുടെ രേഖാംശം. അപ്പൊ ഇന്ത്യയുടെ ഈ കിഴക്കെന്ന് പറഞ്ഞാൽ ഏതിന്റെ കിഴക്കാണ്? ഗ്രീനിച്ച് രേഖയുടെ കിഴക്ക്. ഏതിന്റെ വടക്കാണ്? ഭൂമധ്യ രേഖയുടെ വടക്ക്. അപ്പോൾ ഇന്ത്യയുടെ അക്ഷാംശ രേഖാംശീയ വ്യാപ്തി എത്രയാണ്? അവ തമ്മിലുള്ള വ്യത്യാസം 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രിയാണ്. ഏകദേശം 30 ഡിഗ്രിയാണ്. ശരിയല്ല യഥാർത്ഥത്തിൽ? ശരി. അപ്പൊ സാർക്ക് രാജ്യങ്ങളിൽ ഒരു രാജ്യത്തെക്കുറിച്ചാണ് സംസാരിച്ചത്, നമ്മുടെ രാജ്യത്തെക്കുറിച്ച്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനെ കുറിച്ചൊന്ന് പരിശോധിച്ച് നോക്കാം. പാകിസ്ഥാനെ കുറിച്ച് സൂരജ് സംസാരിച്ചോളൂ. പാകിസ്ഥാൻ ഇന്ത്യയുടെ അയൽ രാജ്യമാണ്. പാകിസ്ഥാനിന് സ്വാതന്ത്ര്യം കിട്ടിയത് ചോദിച്ചാൽ 1947 ഓഗസ്റ്റ് 14. അതേസമയം നമുക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 ഓഗസ്റ്റ് 15-നാണ്. അതിൻ്റെ തലേ ദിവസമാണ് പാകിസ്ഥാന് സ്വാതന്ത്ര്യം ലഭിച്ചത്, 1947 ഓഗസ്റ്റ് 14. ഇനി പാകിസ്ഥാന്റെ ഔദ്യോഗിക നാമം എന്താണ്? അതാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ. ഇന്ത്യയുടെ ആണെങ്കിൽ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ. ഇനി പാകിസ്ഥാനിലെ ഭാഷയാണ് ഉറുദു ഭാഷ. ഉറുദു ഭാഷ വരുന്ന പാകിസ്ഥാനിലാണ്. അങ്ങനെയാണെങ്കിൽ ഉറുദു 2ാമത്തെ ഭാഷയായിട്ട് സംസാരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് തെലങ്കാനയാണ്.
തെലങ്കാനയാണ് ഉറുദു രണ്ടാം ഭാഷയായ ഇന്ത്യൻ സംസ്ഥാനം. ഇനി തെലങ്കാന രൂപീകരിച്ചത് 2014 ജൂൺ 2-നാണ്. 2014 ജൂൺ 2. തെലങ്കാനയുടെ നിലവിലെ മുഖ്യമന്ത്രിയാണ് എ രേവന്ത് റെഡ്ഡി. ഇനി തിരിച്ച് ഉറുദു ഭാഷയിലേക്ക് വരുമ്പോൾ ഉറുദു ഭാഷയാണ് ക്യാമ്പ് ഭാഷ എന്നറിയപ്പെടുന്നത്. ക്യാമ്പ് ഭാഷ എന്നറിയപ്പെടുന്ന ഉറുദു ഭാഷയാണ്. ഇനി ഉറുദു ഭാഷ ഉണ്ടായത് ഏതൊക്കെ ഭാഷകൾ ചേർന്നാണെന്ന് ചോദിച്ചാൽ ഹിന്ദി, പേർഷ്യൻ, ഹിന്ദിയും പേർഷ്യനും ഭാഷകൾ ചേർന്നാണ് ഉറുദു ഭാഷ രൂപീകരിച്ചത്. ഇനി ഉറുദു ഭാഷയെ പ്രോത്സാഹിപ്പിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് അമീർ ഖുസ്രു ആണ്. അമീർ ഖുസ്രു, ഇന്ത്യയുടെ തത്ത എന്നറിയപ്പെടുന്ന വ്യക്തി, പാരറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതും അമീർ ഖുസ്രു ആണ്. ഇനി തിരിച്ചു പോകുമ്പോൾ പാകിസ്ഥാന്റെ ദേശീയ നദി ഏതാണ്? പാകിസ്ഥാന്റെ ദേശീയ നദി സിന്ധു ആണ്. അതേസമയം ഇന്ത്യയുടെ ദേശീയ നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗംഗയാണ്. ഇനി ചന്ദ്രകല, അവരുടെ ദേശീയ ചിഹ്നം ഏതാണെന്ന് ചോദിച്ചാൽ അത് ചന്ദ്രകലയാണ്. ദേശീയ ചിഹ്നം ചന്ദ്രകല. ഇനി ലോകത്ത് ജനസംഖ്യയിൽ 5ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാലും പാകിസ്ഥാനാണ്. അപ്പൊ നമുക്ക് 1 മുതൽ 4 വരെ നോക്കാം. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം നമ്മുടെ രാജ്യമാണ് ഇന്ത്യ. 2ാം സ്ഥാനത്ത് ചൈനയാണ്. ചൈനയുടെ ഔദ്യോഗിക നാമം പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്നാണ്. 3ാമത് വരുന്ന രാജ്യമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, വടക്കേ അമേരിക്കയിൽ നിന്നുള്ള അമേരിക്ക. 4ാമത്തെ രാജ്യമാണ് ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയിലാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം പോപ്പുലേഷൻ ഉള്ളത്. 5ാമത്തെ രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പൊ ജനസംഖ്യയിൽ 5ാം സ്ഥാനത്തുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. ഇനി പാകിസ്ഥാന്റെ തലസ്ഥാനമാണ് ഇസ്ലാമാബാദ്. അതേസമയം പാകിസ്ഥാന്റെ ഏറ്റവും വലിയ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ അത് കറാച്ചിയാണ്. കറാച്ചിയാണ് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നഗരം. അതേപോലെ ലാഹോർ സ്ഥിതി ചെയ്യുന്നതും പാകിസ്ഥാനിലാണ്. കറാച്ചി സിന്ധു നദിയുടെ തീരത്താണ്. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ സാംസ്കാരിക തലസ്ഥാനം ചോദിച്ചാലും കറാച്ചി. ഫിനാൻഷ്യൽ ക്യാപിറ്റലും കറാച്ചിയാണ്. ഫിനാൻഷ്യൽ ക്യാപിറ്റൽ കറാച്ചിയാണ്. ഈ കറാച്ചി പട്ടണം ഈ വിഭജനത്തോടെ നമുക്ക് നഷ്ടപ്പെട്ടു. തുറമുഖം, അതിന് ബദലായിട്ട് ഉണ്ടാക്കിയ തുറമുഖമാണ് ഏത്? കാണ്ഡ്ല തുറമുഖം ഗുജറാത്തിലാണ്. ഇനി പാകിസ്ഥാന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് ലിയാഖത്ത് അലി ഖാൻ ആണ്. പാകിസ്ഥാന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാൻ. അതേസമയം പാകിസ്ഥാനിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് അലി ജിന്നയാണ്. അപ്പൊ ഇന്ത്യയിലെ സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാ? ലൂയി മൗണ്ട് ബാറ്റൻ. അവസാനത്തെ സി രാജഗോപാലാചാരി. ബ്രിട്ടീഷുകാരനായ അവസാനത്തെ ഗവർണർ ജനറൽ ചോദിച്ചാലും ലൂയി മൗണ്ട് ബാറ്റൻ ആണ്. അതേസമയം ഇന്ത്യക്കാരനായ അവസാനത്തെ ഗവർണർ ജനറൽ ആണ് ചോദിക്കുന്നെങ്കിൽ അതാണ് സി രാജഗോപാലാചാരി. വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാരിയാണ്. അതെ, തിരിച്ച് പാകിസ്ഥാനിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞത് പാകിസ്ഥാന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ഇസ്ലാമാബാദ്. ഇനി നിലവിൽ കുറച്ച് കറണ്ട് അഫയർ ഫാക്ട് ആണ് നോക്കുന്നത്. പാകിസ്ഥാന്റെ നിലവിലെ രാഷ്ട്രപതി ആരാണ്? അത് ആരിഫ് ആൽവി ആണ്. പാകിസ്ഥാന്റെ നിലവിലെ രാഷ്ട്രപതി ആരിഫ് ആൽവി. അതേസമയം നിലവിലെ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് ഷഹബാസ് ഷെരീഫാണ്. ഷഹബാസ് ഷെരീഫ്. ഇനി വീണ്ടും ഒരു കറണ്ട് അഫയർ ഫാക്ട് ഉണ്ട്. ഗുരു നാനാക്കിന്റെ 555ാം ജന്മവാർഷികത്തിനോടനുബന്ധിച്ച് ഒരു രാജ്യം കറൻസി പുറത്തിറക്കി. അത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ, നാണയം പുറത്തിറക്കിയത് ഏതാണെന്ന് ചോദിച്ചാൽ അത് പാകിസ്ഥാനാണ്. ഇനി 2025 ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ 2025 ICC ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാലും അത് പാകിസ്ഥാനിലാണ്. ശരിയാണ്. ഇനി 2-3 ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളടുത്ത് ചോദിക്കട്ടെ. പാകിസ്ഥാനിലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടാക്കിയ കരാറ്, 1 താഷ്കന്റ് കരാർ, 2 സിംല കരാർ. എന്താണ് ഐശ്വര്യയ്ക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്? അതിൽ ഒന്നാമത്തേത് താഷ്കന്റ് കരാർ. അതായത് 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ തുടർന്നുണ്ടായ കരാറാണ് താഷ്കന്റ് കരാർ. അത് 1966 എവിടെയാണ് ഈ താഷ്കന്റ്? താഷ്കന്റ് ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമാണ്. ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമാണ് താഷ്കന്റ്. ശരിയല്ലേ? ഈ താഷ്കന്റ് കരാറിൽ ഒപ്പിട്ടത് പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിരുന്ന അയൂബ് ഖാനും ലാൽ ബഹദൂർ ശാസ്ത്രിയുമാണ്. അങ്ങനെയാണ് ഈ സിംല കരാർ 1972 1971 ഇന്ത്യ ബംഗ്ലാദേശ് പാകിസ്ഥാൻ യുദ്ധം അത് കഴിഞ്ഞിട്ടാണ്. സിംല കരാറിൽ ഒപ്പിട്ടത് ആരൊക്കെയാണ്? അത് ഇന്ദിരാഗാന്ധിയും ഫോട്ടോയുമാണ് ആ കരാറിൽ ഒപ്പിട്ടത്. ശരിയല്ലേ? പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തി രേഖയുടെ പേരെന്താണ്? റാഡ്ക്ലിഫ് ലൈൻ. പാകിസ്ഥാൻ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റുമായിട്ടാണ് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത്? രാജസ്ഥാനുമായിട്ടാണ് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത്. ശരിയല്ലേ? ശരി. അപ്പോൾ അത് ഒരുവിധം ക്ലിയർ ആയി. നമുക്കിനി സാർക്ക് രാജ്യങ്ങളിൽ 2 എണ്ണം കഴിഞ്ഞു, ഇന്ത്യയും പാകിസ്ഥാൻ. ഇനി നമുക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് കടക്കാം. അഫ്ഗാനിസ്ഥാൻ പറയൂ ഐശ്വര്യ. അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറായിട്ട് സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ്. ഇനി അഫ്ഗാനിസ്ഥാന്റെ ദേശീയ ഗാനമാണ് മില്ലി തരാന. മില്ലി തരാന എന്നതാണ് അഫ്ഗാനിസ്ഥാന്റെ ദേശീയ ഗാനം. എന്നാൽ അഫ്ഗാനിസ്ഥാന്റെ പാർലമെന്റ് അറിയപ്പെടുന്ന പേരാണ് ഷൂറ. ശരിയാണ്. ഷൂറ. തലസ്ഥാനം കാബൂൾ ആണ്.
ഇനി ബാമിയാൻ പ്രതിമകൾ തകർത്തത് ഏത് രാജ്യത്തെന്ന് ചോദിച്ചാൽ അത് അഫ്ഗാനിസ്ഥാനിലാണ്. ബാമിയാനിലെ ബുദ്ധപ്രതിമകൾ. പിന്നെ നമ്മൾ ഈ ഗാന്ധാരം എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ഇപ്പോഴത്തെ പേരാണ് കണ്ടഹാർ. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക. അഫ്ഗാനിസ്ഥാൻ ഒരു മതാധിഷ്ഠിത ഭരണം നടത്തുന്ന ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. അതും ഒന്ന് ഓർമ്മിച്ച് വെക്കേണ്ടതാണ്. നിലവിൽ അഫ്ഗാനിസ്ഥാൻ താലിബാൻ ഭരണമാണ്. അപ്പൊ ഈ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖ ഏതാണ്? അത് ഡ്യൂറന്റ് ലൈനാണ്. അതുപോലെ ഇപ്പൊ എന്താണ് ലോക സന്തോഷ സൂചികയിൽ ഏറ്റവും പിന്നെ നിൽക്കുന്ന രാജ്യം ചോദിച്ചാൽ അത് അഫ്ഗാനിസ്ഥാനാണ്. അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഫിൻലാൻഡ് ആണ്. സന്തോഷ സൂചികയിൽ ഒന്നാമത് നിൽക്കുന്നത് ഫിൻലാൻഡ് ആണ്. ഫിൻലാൻഡിന്റെ തലസ്ഥാനം ഹെൽസിങ്കിയാണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഡെൻമാർക്ക് ആണ്. മൂന്നാം സ്ഥാനം ഐസ്ലൻഡ്. ഇനി ഇന്ത്യയുടെ സ്ഥാനമായിരിക്കും ചോദിക്കുക. 126 സ്ഥാനത്താണ്. സന്തോഷ സൂചികയിൽ നമുക്ക് 123 എത്രയിൽ 143 അപ്പൊ ഇനി വേറൊരു ചോദിച്ചോട്ടെ. നിങ്ങളിപ്പോ പറഞ്ഞു ഏകദേശം സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലേക്ക് പോയി. ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് നാറ്റോയിൽ ചേർന്ന അവസാനത്തെ ഒരു രാജ്യം സ്വീഡനാണ്. സ്കാൻഡിനേവിയൻ രാജ്യമാണ്. 32ാമത്തെ രാജ്യം ഏതാണ്? സ്വീഡനാണ്. ശരി, അത് നമുക്ക് കുട്ടികളെ നമുക്ക് തിരിച്ച് നേപ്പാളിലേക്ക് വരാം. അപ്പൊ ഇപ്പൊ ഏതൊക്കെ രാജ്യങ്ങളായി? ഇന്ത്യയായി, പാകിസ്ഥാനായി, അഫ്ഗാനിസ്ഥാനായി. ഒരു ചെറിയ വിവരണമാണ്, നമ്മൾ ആളെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവിടെ അഫ്ഗാനിലെ താലിബാൻ ഭരണം പിടിച്ചെടുത്ത സമയത്ത് ഇന്ത്യ ഒരു ഓപ്പറേഷൻ നടത്തി. ആ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ദേവി ശക്തി. അതായത് അവിടെ പെട്ടുപോയ ഇന്ത്യക്കാരെ തിരിച്ച് ഇന്ത്യയിൽ എത്തിക്കാനുള്ള ഇന്ത്യൻ രക്ഷാദൗത്യമായിരുന്നു ഓപ്പറേഷൻ ദേവി ശക്തി. അതേസമയം ഓപ്പറേഷൻ വന്ദേ ഭാരത് എന്ന് പറയുന്നത് കോവിഡ് അനന്തരം ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ വന്ദേ ഭാരത്. ഓപ്പറേഷൻ കാവേരി സൗത്ത് സുഡാനിൽ നിന്നുള്ള രക്ഷാദൗത്യമാണ്. ഓപ്പറേഷൻ ഗംഗ യുക്രൈനിൽ നിന്നുള്ള രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ ഗംഗ. ഓപ്പറേഷൻ അജയ് ഇസ്രായേലിൽ നിന്നുള്ള രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ അജയ്. എല്ലാം പഠിച്ചു വെച്ചേക്കാണ്. നമ്മൾ ആൾക്ക് ഇതൊക്കെ അറിയാമോ? നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമോ? ഒക്കെ പഠിച്ചേ പറ്റുള്ളൂ. ഇവർ രണ്ടുപേരും LDCയിലുള്ളവരാണ്. അത് ആദ്യം മനസ്സിലാക്കി വെച്ചേക്കുക. തിരുവനന്തപുരം LDCയിൽ രണ്ടുപേരും ലിസ്റ്റിനകത്ത് വന്നിട്ടുള്ളവരാണ്. ഇവരെല്ലാം ജോലി കിട്ടി പോവും. പിന്നെ ഞാനും ഈ കസേരയും ഈ പ്രദേശങ്ങളും കൂടെ അവശേഷിക്കും അല്ലേ? വിശ്വസിക്കാം. ശരി, നമുക്ക് അടുത്ത് നേപ്പാളിലേക്ക് കടക്കാം. ശരിയല്ലേ? എന്തുകൊണ്ടാണ് നേപ്പാളിനെ കുറിച്ച് പറയുന്നത്? നേപ്പാൾ ഒരു സാർക്ക് അംഗമാണ്. അതുകൊണ്ടാണ് നമ്മൾ നേപ്പാളിനെ കുറിച്ച് പറയുന്നത്. പിന്നെ ഇന്ത്യയുടെ അയൽ രാജ്യമാണ് നേപ്പാൾ. ശരിയല്ലേ? ശരി, പറഞ്ഞോളൂ. നേപ്പാൾ ഒരു മതേതര രാജ്യമാണ്. അതായത് ആദ്യം അവിടെ ഹിന്ദു മതം ഉണ്ടായിരുന്നു, ഹിന്ദു രാഷ്ട്രമായിരുന്നു. അതേസമയം നിലവിൽ അത് ഒരു മതേതരത്വ രാഷ്ട്രമാണ്. കാരണം അവിടുത്തെ ദേശീയ മൃഗം തന്നെ എന്താണ്? പണ്ട് പശുവാണ്. ദേശീയ മൃഗം പശുവാണ്. അതേപോലെ എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ അതും നേപ്പാളിലാണ്. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള കൊടുമുടി എവറസ്റ്റ് ആണെന്ന് നമുക്കറിയാം. അതിന്റെ ഉയരം 848 മീറ്റർ. അടുത്തത്, ഇനി നേപ്പാളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്? ഇന്ത്യയിൽ 5 സംസ്ഥാനങ്ങളാണ് നേപ്പാളുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, സിക്കിം. ഇപ്പൊ 5 സംസ്ഥാനങ്ങൾ. അതൊരു നല്ല ക്വസ്റ്റ്യനാണ്. നേപ്പാളുമായി ഇന്ത്യയിലെ എത്ര സ്റ്റേറ്റുകൾ അതിർത്തി പങ്കിടുന്നു? ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ എഴുതിയെടുക്കാൻ. 5 സംസ്ഥാനങ്ങളാണ് നേപ്പാളുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, സിക്കിം. അങ്ങനെ 5 സംസ്ഥാനങ്ങളാണ് അതിർത്തി പങ്കിടുന്നത്. ശരി, ഇനി നമുക്ക് നേപ്പാളിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ലോകാരോഗ്യ സംഘടന ഹെൽത്ത് സിറ്റി ആയിട്ട് പ്രഖ്യാപിച്ച ധൂളി കെയർ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് നേപ്പാളിലാണ്. ധൂളി കേൽ അത് നേപ്പാളിലാണ്. അത് നേപ്പാളിലാണ്. നേപ്പാളിനെ കുറിച്ച് ഒരു ചെറിയ വിവരണമാണ് നിങ്ങൾ നടത്തിയത്. അടുത്ത് നമുക്ക് ഭൂട്ടാനെ കുറിച്ച് പറയാം. പറയൂ ഈശ്വരിയ, ഭൂട്ടാനെ കുറിച്ച്. ഭൂട്ടാന്റെ തലസ്ഥാനമാണ് തിമ്പു എന്ന് പറയുന്നത്. ഭൂട്ടാന്റെ തലസ്ഥാനം തിമ്പു. ഇന്ത്യയുമായിട്ട് ഏറ്റവും കുറച്ച് കരാതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ഏതെന്ന് പറയുന്നത് ഭൂട്ടാൻ. അല്ലെങ്കിൽ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഏറ്റവും ചെറിയ രാജ്യം ചോദിച്ചാൽ കരാതിർത്തി പങ്കിടുന്നതല്ല, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഈ കരാതിർത്തിയുള്ള ചെറിയ രാജ്യമാണ് ഇന്ത്യ. കരാതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ്. അതെ അതെ, തലസ്ഥാനം തിമ്പു ആണെന്ന് പറഞ്ഞു. ഇടിമിന്നലുകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഭൂട്ടാനാണ്. അതുപോലെ അവിടുത്തെ നാണയമാണ് ഗുൽഡ്രം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഗുൽഡ്രം നാണയം. ഇനി ദേശീയ പക്ഷി ചോദിച്ചാൽ അത് കാക്കയാണ്. ചോദിക്കാം. ദേശീയ പക്ഷി ഏതാണ്? കാക്കയാണ്.
ഇനി പുകയില നിരോധിച്ച ആദ്യ രാജ്യം ചോദിച്ചാലും ഭൂട്ടാനാണ്. ലോകത്ത് തന്നെ അല്ലേ? ലോകത്ത് തന്നെ പുകയില നിരോധിച്ച ആദ്യ രാജ്യം ഭൂട്ടാനാണ്. ഇനി ഇന്ത്യയിലെ ഒരു ദേശീയോദ്യാനം ഭൂട്ടാനുമായിട്ട് അതിർത്തിയിലാണ് കിടക്കുന്നത്. മനാസ് ദേശീയോദ്യാനം. അത് ആസാമിലാണ്. ആസാമിൽ കാസിരംഗ നാഷണൽ പാർക്കും ഉണ്ട്. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾ കാണപ്പെടുന്ന കാസിരംഗ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നതും ആസാമിലാണ്. റെയ്മോണ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. കാമരൂപ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആസാമാണ്. അപ്പം രാജവംശം ആസാമാണ്. യുനെസ്കോയിലെ 43ാമത്തെ സൈറ്റാണ് മൊയ്തം. ശരി, ഇന്ത്യ എന്നുള്ള. ഇനി നമുക്ക് അടുത്ത രാജ്യത്തേക്ക് പോയാൽ എന്താ? അടുത്തത് ബംഗ്ലാദേശ്. പറയും. ബംഗ്ലാദേശിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോ കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന രാജ്യം ചോദിച്ചാൽ അത് ബംഗ്ലാദേശാണ്. പൂർവ്വ പാകിസ്ഥാനോ? ബംഗ്ലാദേശ്. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധം നടന്നത്. ആ യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നുള്ള പുതിയ രാജ്യമായിട്ട്. ബംഗ്ലാദേശ് ഏത് രാജ്യത്തിൽ നിന്നാണ് സ്വാതന്ത്ര്യം നേടിയത്? പാകിസ്ഥാനിൽ നിന്നാണ്. അതായത് പടിഞ്ഞാറൻ പാകിസ്ഥാൻ. അതെ. ശരി, അടുത്തത് ബംഗ്ലാദേശിന്റെ തലസ്ഥാനമാണ് ധാക്ക. ഈ ധാക്കയിലാണ് 1906 ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് സ്ഥാപിച്ചത്. ധാക്കയിലാണ്. എന്നാൽ നാണയമോ? അതെ. ശരി, ആയിക്കോട്ടെ. ഇനി ബംഗ്ലാദേശിലുള്ള വിനോദമാണ് കബഡി. അവിടുത്തെ ദേശീയ വിനോദമാണ് ഇത്. കബഡി. അതുപോലെ ചക്ക അവിടുത്തെ ദേശീയ ഫലമാണ് അല്ലേ? അതെ. ശരി, അടുത്തത് ചക്ക. കേരളത്തിൽ ചക്ക ദേശീയ ഫലമായിട്ട് പ്രഖ്യാപിച്ചത് 2018 PSC ഒരു മാർക്ക്. 2018. ശരി, അടുത്തത് ഇനി വംഗബന്ധു എന്നറിയപ്പെടുന്നതാണ് മുജീബ് റഹ്മാൻ. അവിടെ 1975 ഓഗസ്റ്റ് 15 വധിച്ചു. അതെ. അവിടുത്തെ രാഷ്ട്രപിതാവാണ്. അവിടുത്തെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. മനസ്സിലായി? അദ്ദേഹത്തെ വധിച്ചു. അടുത്ത് നമ്മൾ പറഞ്ഞു ചണം ലോകത്ത് ഉത്പാദിപ്പിക്കുന്നതിൽ 2ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ബംഗ്ലാദേശ്. അങ്ങനെയാണെങ്കിൽ 1ാം സ്ഥാനത്തുള്ളത് ഇന്ത്യയാണ്. ശരി. പുതിയ കറണ്ട് അഫെയർ ഫാക്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ലോകത്ത് ചണം ഉത്പാദിപ്പിക്കുന്ന രാജ്യം. ഇനി ഉള്ളത് കറണ്ട് അഫെയർ ഫാക്ട് ആണ്. ഒന്ന്, നിലവിൽ ആരാണ് ബംഗ്ലാദേശിന്റെ മുഖ്യ ഉപദേശകൻ? അത് ചോദിച്ചാൽ മുഹമ്മദ് യൂനസ്. പ്രധാനമന്ത്രി ഇല്ല. പ്രധാനമന്ത്രി ഇപ്പൊ എവിടെയാണ്? ഇന്ത്യയിലാണ്. നൽകിയത് ഇന്ത്യയിലാണ്. ഷെയ്ഖ് ഹസീന. ബംഗ്ലാദേശിലുണ്ടായ വിദ്യാർത്ഥി സമരം, സംവരണത്തിന്റെ പേരിലുണ്ടായ പ്രക്ഷോഭത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് രാജിവെക്കേണ്ടി വന്നു. നിലവിൽ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലാണ്. അവരായിരുന്നു അവിടുത്തെ പ്രധാനമന്ത്രി. എന്നാൽ നിലവിൽ അവിടെ പ്രധാനമന്ത്രി ഇല്ല. പകരം വ്യക്തിയാണ്, ഒരു മുഖ്യ ഉപദേശകൻ എന്ന റോള് വഹിക്കുന്നത് മുഹമ്മദ് യൂനസ് ആണ്. അദ്ദേഹത്തെയാണ് പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് യൂനസ് ആണ്. മൈക്രോ ഫിനാൻസ് ബാങ്കർ അറിയപ്പെടുന്ന മുഹമ്മദ് യൂനസ് ആണ്. ഗ്രാമീണ ബാങ്കുകൾ ശക്തിപ്പെടുത്തിയ ആളാണ് മുഹമ്മദ് യൂനസ്. ഇനി ബംഗ്ലാദേശിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ചിറ്റഗോങ് എന്ന് പറയുന്ന ഒരു തുറമുഖമുണ്ട്, ലോകത്ത് പ്രശസ്തമാണ്. അതെവിടെയാണ്? ബംഗ്ലാദേശിലാണ് ചിറ്റഗോങ് തുറമുഖം. അതേപോലെ ബ്രഹ്മപുത്ര. ഐശ്വര്യ, നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ ബെർവാരി കേസ് പഠിക്കുമല്ലോ. ഈ ബെർവാരി എന്ന് പറയുന്ന പ്രദേശം ആരുമായിട്ടാണ് തർക്കം ഉണ്ടായിരുന്നത്? ബംഗ്ലാദേശുമായിട്ട്. 1960 ബെറുബാർ യൂണിയൻ കേസ്. അത് അന്ന് പാകിസ്ഥാനുമായിട്ടാണ് ബന്ധമുള്ളത്. പക്ഷെ ഇപ്പൊ ബെറുബാരി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് തന്നെയാണ്. ബെറുബാരി കേസ് 1960 അത് ഭരിച്ചുകൊണ്ടിരുന്ന പാകിസ്ഥാൻ തന്നെയല്ലോ. പാകിസ്ഥാനുമായിട്ടാണെന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. അടുത്തത് നമ്മൾ പറഞ്ഞു വന്നത് ബ്രഹ്മപുത്ര നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ജമുന എന്നാണ്. അതേസമയം ഗംഗ അറിയപ്പെടുന്നത് പത്മ എന്നാണ്. ശരി, ബംഗ്ലാദേശിനെ കുറിച്ച് അത്രയാണ് നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത്. ഇനി നമുക്ക് സാർക്ക് രാജ്യങ്ങളിൽ മിച്ചമുള്ളത് ശ്രീലങ്ക. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ശ്രീലങ്ക. അതിന്റെ ലൊക്കേഷൻ നമുക്ക് ഒന്ന് പറയുക. ശരി. ശ്രീലങ്ക നമുക്കറിയാം. ശ്രീലങ്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം 1948. ആരിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടി? ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടി. സിലോൺ എന്നായിരുന്നു പഴയ പേര്. സിലോൺ എന്നാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ശ്രീലങ്ക സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ കണ്ണുനീർ തുള്ളി എന്നറിയപ്പെടുന്നതും ശ്രീലങ്കയാണ്. അതുപോലെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മുത്ത് എന്നറിയപ്പെടുന്നതും ശ്രീലങ്ക. ഇന്ത്യക്ക് ശ്രീലങ്കയ്ക്ക് ഇടയ്ക്കുള്ള കടലിടുക്കിന് പറയുന്ന പേരെന്താണ്? മന്നാർ ഉൾക്കടൽ അല്ലെങ്കിൽ പാക് കടലിടുക്ക്. രണ്ടും ഇതിനിടയിൽ തന്നെയാണ്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയ്ക്ക് ആദാംസ് ബ്രിഡ്ജിന് ആഴം കൂട്ടാൻ ഒരു പരിപാടി കൊണ്ടുവന്നു. എന്താണ് പരിപാടി? സേതുസമുദ്രം പദ്ധതി. അല്ലെ, നടപ്പിലായില്ല. ശരിയാണ്. അടുത്തത് ഇനി ഇന്ത്യയിലും ശ്രീലങ്കയിലും കണ്ടുവന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട പക്ഷിയായിരുന്നു മക്കാച്ചിക്കാട്. അങ്ങനെയാണെങ്കിൽ ശ്രീലങ്കയിലെ അവിടുത്തെ മത്സ്യം ഏതാണ്? കരിമീനാണ്. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ. ശ്രീലങ്കയുടെ ദേശീയ മത്സ്യവും കരിമീനാണ്. അപ്പൊ ശ്രീലങ്കയുടെ ഭരണമാറ്റമൊക്കെ ഉണ്ടായതൊക്കെ അറിഞ്ഞ
ആരാണ് അവിടുത്തെ പ്രധാനമന്ത്രി, അവിടുത്തെ പിന്നെ പ്രസിഡന്റ്, അവിടുത്തെ പാർട്ടി എന്താണ്? പ്രസിഡന്റ് അനുര കുമാര ദിസനായികെ. പ്രസിഡന്റ് എന്ന് പറയുന്നത് അനുര കുമാര ദിസനായികെ. അതേസമയം പ്രധാനമന്ത്രി ഒരു വനിതയാണ്. അവിടുത്തെ 3ാമത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് ഹരണി അമരസൂര്യ. ഹരണി അമരസൂര്യ. പാർട്ടിയുടെ പേര് ജനതാ വിമുക്തി പെരുമ. പെരുമന. ജനതാ വിമുക്തി പെരുമന. ജനതാ വിമുക്തി പെരുമന എന്നാണ് അവിടുത്തെ പാർട്ടിയുടെ പേര്. ഈ കൊളംബോയും പിന്നെ ശ്രീലങ്കയും ജാഫ്നയും തമ്മിൽ വേർതിരിക്കുന്നത് ഏതാണ്? എലിഫന്റ പാസ് ആണ്. എലിഫന്റ പാസ്. ജാഫ്നയും ശ്രീലങ്കയും വേർതിരിക്കുന്നത് എലിഫന്റ പാസ് ആണ്. കൊളംബോ തുറമുഖം ശ്രീലങ്കയിലാണ്. ശ്രീലങ്ക ഹമ്പന്തോട തുറമുഖമുണ്ട്, വലിയ ചൈന ഡെവലപ്പ് ചെയ്ത ഹമ്പന്തോട തുറമുഖം എവിടെയാണ്? ശ്രീലങ്കയിലാണ്. ശരി. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏകരാജ്യവും ഏതാണ്? ശ്രീലങ്കയാണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഒരു രാജ്യം കൂടെയാണ് നമുക്ക് ഈ സാർക്കിൾ ഉൾപ്പെടുത്താറുള്ളത്. അത് മാലിദ്വീപാണ്. എന്താണ് മാലിദ്വീപിനെ കുറിച്ച് പറയാനുള്ളത്? ലൊക്കേഷൻ എന്താണ്? ഞാൻ പറയുന്നത് ശരിയാണോ നോക്കി. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറായി കിടക്കുന്ന ഒരു അയൽ രാജ്യമാണ് മാലിദ്വീപ്. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. എങ്കിൽ മാലിദ്വീപ് ഏത് സമുദ്രത്തിലാണ് കിടക്കുന്നത്? ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് മാലിദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ ഭാഷ ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ദിവേഹി ഭാഷയാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? മുഹമ്മദ് മൊയ്സു ആണ് നിലവിലെ പ്രസിഡന്റ്. ഈ മാലിദ്വീപിന് അടുത്ത് കിടക്കുന്ന നമ്മുടെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപിൽ ഏത് പിന്നെ ഐലൻഡാണ് കിടക്കുന്നത്? മിനിക്കോയ് കിടക്കുന്നത് ഏതിനടുത്താണ്? ലക്ഷദ്വീപിന്റെ ഏറ്റവും തെക്കേ അറ്റമാണ് മിനിക്കോയ്. അത് മിനിക്കോയും മാലിദ്വീപും ഏകദേശം അടുത്തടുത്താണ് കിടക്കുന്നത്. പിന്നെ നമ്മുടെ പട്ടാളക്കാരെ അവിടെ നിർത്തിയിരുന്നത് ഈ ഇടയ്ക്ക് നമ്മൾ പിൻവലിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഇസ്രായേൽ പൗരന്മാർക്ക് ഇപ്പൊ PSCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? PSC ചോദിച്ച ക്വസ്റ്റ്യൻ ഇസ്രായേൽ പൗരന്മാർക്ക് സന്ദർശന വിസ വിലക്കിയ രാജ്യം ചോദിച്ചാൽ അത് മാലിദ്വീപാണ്. ശരി. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, സാർക്ക് രാജ്യങ്ങളെ കുറിച്ചുള്ള ഒരു ഹ്രസ്വമായ വിവരണമാണ് ഇവിടെ ഞങ്ങൾ നൽകിയത്. ഇനി അടുത്ത് ഞങ്ങൾ പറയാൻ പോകുന്നത് G20യെ കുറിച്ചാണ് അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് കാണുന്ന ആളുകൾക്ക് G20യുടെ രാജ്യങ്ങളെ കുറിച്ച് ഒരു പടമൊക്കെ വരച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ മിക്കവാറും പടം വരച്ചായിരിക്കും പഠിപ്പിക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ G20 വിശദീകരണവുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. പഠനത്തിൽ ആരും ഒരു ഉപേക്ഷയും വിചാരിക്കരുത്. എല്ലാവരും സജീവമായി പഠിക്കണം. തീർച്ചയായിട്ടും പല പരീക്ഷകൾ വരികയാണ്. പിന്നെ ഈ അടുത്ത ദിവസം നടന്ന പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ റയറായിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇംഗ്ലീഷിൻ്റെ ക്ലാസ് എത്രയും പെട്ടെന്ന് ആരംഭിക്കുമെന്നുകൂടി അറിയിച്ചുകൊണ്ട് ഇവിടെ ഞങ്ങൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്ന ഏവർക്കും നന്ദി, നമസ്കാരം.